2026 ജൂലൈ 6 തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത കാണുന്നു. പുതിയ വസ്തുക്കളുടെ കരാറുകളിൽ ഒപ്പുവെക്കുന്നതോ വിലപേശലുകൾ നടത്തുന്നതോ കർശനമായി ഒഴിവാക്കുക. അനാവശ്യ തർക്കങ്ങൾ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുവാൻ ഇടവരുത്തും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. കലാ, സാംസ്കാരിക, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. സമൂഹത്തിൽ ജനപ്രീതി വർദ്ധിക്കുന്നതിനൊപ്പം സാമ്പത്തിക നിലയും മെച്ചപ്പെടും. മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ രംഗത്ത് മേലധികാരികളിൽ നിന്ന് വലിയ അംഗീകാരങ്ങൾ നേടിയെടുക്കും. സ്ഥാനക്കയറ്റത്തിലേക്കോ പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്കോ വഴി തെളിയുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങുന്നത് വലിയ ആശ്വാസം നൽകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. അനാവശ്യ കൂട്ടുകെട്ടുകൾ മാനഹാനിക്ക് കാരണമായേക്കും. സാമ്പത്തിക കാര്യങ്ങൾ വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുള്ളതിനാൽ നിയന്ത്രണം അനിവാര്യമാണ്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഇത്. ചന്ദ്രന്റെ സ്വാധീനം പ്രതികൂലമായതിനാൽ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി ലഘുവായ ആഹാരക്രമം പാലിക്കുക. ഏറ്റെടുത്ത കാര്യങ്ങളിൽ തടസ്സങ്ങളോ അപമാനമോ നേരിടുവാൻ സാധ്യതയുണ്ട്. കന്നി രാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സൗഹൃദങ്ങൾ പുതുക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇത്. ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും ഓർമ്മകൾ പങ്കിടുവാനും അവസരം ലഭിക്കും. ചന്ദ്രന്റെ അനുകൂല ഊർജം വഴി ദാമ്പത്യ സൗഖ്യവും സുഖകരമായ ഉറക്കവും വലിയ മാനസിക ശാന്തിയും ലഭിക്കും. തുലോം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സ്ഥാനലബ്ധിക്കും ആരോഗ്യപരമായ ഉന്നതിക്കും അനുകൂലമായ ഗ്രഹസ്ഥിതിയാണ്. രുചികരമായ ഭക്ഷണം ആസ്വദിക്കുവാനും അവസരം വന്നു ചേരും. ജീവിത പങ്കാളിയിൽ നിന്നുള്ള പിന്തുണയും നല്ല സൗഹൃദങ്ങളും സന്തോഷം പകരും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. മാതൃഗുണവും പിന്തുണയും പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇത്. എങ്കിലും ചില മാനസിക ബുദ്ധിമുട്ടുകൾ അലട്ടാൻ ഇടയുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ കൃത്യമായ ചിട്ട പാലിക്കേണ്ടതാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ഭൂമി സംബന്ധമായ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വസ്തു ഇടപാടുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക. കാര്യതടസ്സവും യാത്രാക്ലേശവും അനുഭവപ്പെട്ടേക്കാം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുവാൻ ബന്ധങ്ങൾ സുതാര്യത പുലർത്തുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ദാമ്പത്യ ഐക്യം കുടുംബത്തിൽ തികഞ്ഞ സന്തോഷവും അനുഭവപ്പെടും. രോഗത്തിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിക്കും. നിയമപരമായ തർക്കങ്ങളിൽ വിജയം നേടുവാനും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനും സാധിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ജോലിഭാരം കൂടുവാനും അതുവഴി വലിയ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുവാനും ഇടയുണ്ട്. തലവേദനയോ നാഡി സംബന്ധമായ അസ്വസ്ഥതകളോ വരാതിരിക്കുവാൻ മുൻഗണനാ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുക. സഹപ്രവർത്തകരുമായി വൈകാരികമായി പ്രതികരിക്കുന്നത് ഒഴിവാക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മികച്ച സമയമാണ്. പുതിയ വീട് വാങ്ങാനോ ഭൂമി സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി പൂർത്തിയാക്കുവാനോ സാധിക്കുന്നതിനാൽ രജിസ്ട്രേഷൻ നടപടികൾ വേഗത്തിലാക്കുക. ശത്രുക്കളുടെ മേൽ വിജയവും വാഹനഭാഗ്യവും ഈശ്വരാനുഗ്രഹവും കൂടെ ഉണ്ടാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.